Hi guys, welcome to my channel and it's me Sribhadra. You're watching. ഗൈസ് നമ്മളങ്ങനെ കൊടുങ്ങല്ലൂർ എത്തി. അപ്പോൾ അതിന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അതെ എത്തി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അവിടെ റെഡിയാക്കി വെച്ചു. ചെറിയ റെഡി ഇവിടെ എല്ലാം സെറ്റാണ് ഗൈസ്. ഇന്ന് പുട്ടും എന്തോ പയറുകറിയാണെന്ന് തോന്നണം ഗൈസ്. ഐ ഡോണ്ട് ലൈക്ക്, എന്നാലും ഞാൻ കഴിക്കും ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പം ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ പുട്ട് കഴിക്കില്ലല്ലോ. അപ്പം ഉണ്ടായിരുന്നു, പിന്നെ ഒരു എന്ത് കറി, ഉരുളക്കിഴങ്ങ് കറി ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പുട്ടും പയറും പഴവും പപ്പടവും ഇതൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇനിയിപ്പോൾ അവരൊക്കെ റെഡിയായി വന്നു, ചെറിയന്മാർ റെഡിയായി വന്നിട്ടേ നമ്മൾ പോകുള്ളൂ. പോണ വീഡിയോസൊക്കെ കാണിക്കാം. അയ്യോ എങ്ങടോ നമ്മൾ പോണേ? കടമ്പുഴ, മലപ്പുറം. എവിടെ നിന്ന്? എറണാകുളത്ത് നിന്ന്. മതിലകത്ത്. ഇപ്പം മതിലകത്ത്. നമ്മൾ എവിടെ നിന്നായിരുന്നു വന്നേ? ആലുവ എറണാകുളം. ഇത് തൃശ്ശൂർ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് എറണാകുളത്ത് നിന്ന് നമ്മൾ മലപ്പുറത്തേക്ക് പോവാണ് ഗൈസ്. എന്തിനാണ് പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വല്യമ്മയ്ക്ക് സുഖമില്ല ഗൈസ്. അപ്പം നമ്മൾ വല്യമ്മേനെ കാണാൻ പോണതാണ്. ചെറിയച്ചന്മാരെല്ലാവരും ഉണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, ഞാനുണ്ട്. ഓക്കെ ഗൈസ്. ഗൈസ് നമ്മളപ്പോൾ വണ്ടി പാർക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ എത്തി ഗൈസ്. അമ്മ ചെറിയച്ചൻ, ബാവ, ഇവിടെ വേറെ ചെറിയച്ചൻ. അപ്പം എല്ലാവരും ഉണ്ട് ഗൈസ്. ഞങ്ങൾ പുറത്ത് നിന്നാണ് തൊഴുതത്, അകത്തേക്ക് കയറിയില്ല. നമ്മൾ പുറത്ത് തന്നെ നിന്നാണ് തൊഴുതത് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ കാടാമ്പുഴയിലെത്തി. അവിടെ എൻ്റെ ചെറിയച്ചനും അമ്മയും അനിയത്തിയും നിൽക്കുന്നുണ്ട്. അപ്പോൾ കാടാമ്പുഴ അമ്പലത്തിലെത്തി. ഇവിടെ ഞങ്ങളുടെ കസിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് കയറി ഫുഡൊക്കെ കഴിക്കാം, തൊഴുവാം, അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് കസിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇനി ബാക്കി വിശേഷങ്ങൾ അപ്പോൾ പറയാം. ഞങ്ങൾ ഓരോ അമ്പലത്തിൽ കയറിയിട്ടായിരിക്കട്ടെ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിൽ പോണത്. ഇനി മഞ്ചേരിക്ക് പോകണം. എവിടെയൊക്കെ കറങ്ങണമെന്ന് ദൈവം തമ്പുരാനറിയാം. എന്തായാലും എല്ലാ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ സ്ഥലത്തെ ഇതും എല്ലാം ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ തൊഴുത് കഴിഞ്ഞു. നമ്മൾ പോവാണ് അല്ലേ? എങ്ങടാ പോണേ? മഞ്ചേരി. യെസ് ഗൈസ്, മഞ്ചേരിയിലെ ബാക്കിൽ അച്ഛനൊക്കെ ഉണ്ട്. അമ്മ അവിടെ മുടിയിരി കെട്ടണം. നോക്കിയമ്മേ, ഹായ് കൊടുത്തേ. അമ്മയ്ക്ക് ഹായ് കൊടുക്കാൻ കൈ പൊക്കാനും കൂടി പറ്റണില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. നമ്മൾ മഞ്ചേരിയിലേക്ക് നേരെ വീടാണ് ഗൈസ്. അങ്ങനെ ഫ്രണ്ടിലത്തെ 2 സീറ്റ് ഞങ്ങളത് 3 സീറ്റാക്കി. ഫ്രണ്ടിലും 3 പേര്, ബാക്കിലും 3 പേര്. ബാക്കിൽ 2 ചെറിയച്ചന്മാരുണ്ട്, പിന്നെ എൻ്റെ അമ്മയുണ്ട്. ഫ്രണ്ടിൽ ഞാനും എൻ്റെ അനിയത്തിയും എൻ്റെ അച്ഛനും എല്ലാവരും ഉണ്ട് ഗൈസ്. നമ്മളപ്പോൾ അങ്ങനെ മലപ്പുറം ടൗണിലെത്തിയിരിക്കുന്നു അല്ലേ? എന്താ പറയാനുള്ളത്? മടുത്തു കാറിൽ നിന്ന് മടുത്തു ഗൈസ്. കാണിച്ചു തരാം. ഗൈസ് നമ്മളങ്ങനെ മാർക്കറ്റിൽ കയറിയേക്കാണ്. എൻ്റെ ബൈക്കിൽ നിറച്ച് കിണ്ടർ. സങ്കടം മുന്നേ ഗൈസ്. ഫുൾ കിണ്ടർ. എനിക്ക് ഒന്നുപോലും എടുക്കാൻ പറ്റില്ലല്ലോ എന്നല്ലേക്കിപ്പോൾ സങ്കടം. ഭയങ്കര വെറൈറ്റി ഫ്ലേവേഴ്സ് ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും എല്ലാം ഉണ്ട് ഗൈസ്. കിൻഡർ ജോയ് എടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഞാൻ ഇത് കുറേ നേരം ഐസ്ക്രീമിൻ്റെ അവിടെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ ഏതെങ്കിലും എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, വേഗം ബ്ലൂബെറിയുടെ ഫ്ലേവർ എടുത്തു ഗൈസ്. എന്നോട് പറഞ്ഞു ബട്ടർ സ്കോച്ച് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ബ്ലൂബെറി എടുത്തു ഗൈസ്. അങ്ങനെ ഹാപ്പി ഫിസ് എടുത്തു, ഐസ്ക്രീം എടുത്തു. ബാക്കി നമുക്ക് വഴിയെ കാണാം ഗൈസ്. ഭയങ്കര ദാഹം അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിച്ചു, അത്രയൊക്കെ വാങ്ങിച്ചുള്ളൂ ഗൈസ്. നമ്മളങ്ങനെ മഞ്ചേരി വീട്ടിലെത്തി. വീട് കാണിച്ചു തരാം.
ഭയങ്കര നാടൻ സ്റ്റൈൽ ഒരു വീടാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഈ വീട് പണിതതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് ഇത്ര എക്സൈറ്റ്മെൻ്റ് ഒക്കെ. ഗൈസ് അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ ഉള്ളിലൊക്കെ കയറി. അപ്പം ഞാൻ നോക്കിയപ്പം നടുമിറ്റാൻ ഗൈസ്. അത് നല്ല രസമുണ്ട് കാണാൻ. മുകളിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ നല്ല രസമാണെന്ന് അവർ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ വയ്യാത്ത വല്യമ്മേനെ കണ്ടു. പിന്നെ അവിടെ കുറേ നേരം ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്നു. വല്യമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങളെയൊക്കെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്ക് ക്രിയേറ്റ് ചെയ്തത് നന്ദുവാണ് ഗൈസ്. അതെ ഗൈസ്, ഇതാണ് എൻ്റെ യൂട്യൂബ് ചാനൽ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് ഇവിടെ നടുമിറ്റൊക്കെ ഉണ്ട് ഗൈസ്. അടിപൊളി. ഞാൻ വീട് മൊത്തം കണ്ടു ഗൈസ്. നല്ല രസമുണ്ട്. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ വല്യമ്മേനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മ കയറി വന്നു. പിന്നെ അമ്മ എന്നെക്കുറിച്ച് കുറേ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ഗൈസ്. പിന്നെ ഞാൻ അത് കേട്ടോണ്ട് അവിടെ ഇരുന്നു. എൻ്റെ അനിയത്തിയോട് ഊഞ്ഞാലിൽ ആടുന്നതൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തു. പിന്നെ അവരെല്ലാവരും കൂടി ഭയങ്കര വർത്താനം. പിന്നെ അതൊക്കെ ഞാൻ നോക്കിയിരുന്നു ഇങ്ങനെ. അപ്പോൾ വീടിൻ്റെ പേര് നന്ദനം എന്നാണ് ഗൈസ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മലപ്പുറത്താണല്ലോ വന്നേക്കണേ. അപ്പം ഞാൻ നിഹാലിക്കയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഓൾറെഡി ഈ വീഡിയോ ഞാൻ കണ്ടേക്കണതാണ്. പിന്നെ എനിക്ക് ഇവിടെ വന്നിട്ട് ആ പാലമൊക്കെ കയറിയപ്പോൾ മറ്റേ അവരെ 100K സെലിബ്രേഷൻ നടക്കണതൊക്കെ ഓർത്ത് പിന്നെ ഞാൻ നിഹാലിക്കയുടെ വീഡിയോ ഞാൻ ടി വിയിൽ വെച്ച് ആദ്യം ആ ചെറുത് സമ്മതിച്ചില്ല ഗൈസ്. ഇത് വയ്ക്കണമെന്ന്. പിന്നെ ഞാൻ എങ്ങനെയോ സമ്മതിപ്പിച്ചു അവരെ. പിന്നെ അത് കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു ഗൈസ്. ഇവിടെ ഒരു വലിയ ബുദ്ധനുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ഒരു സൂത്രം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളൊരു പുതിയ വീട്ടിലൊരു സാധനം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്? ഇത് കണ്ട അലമാരയാന്ന് തോന്നുന്നു. കണ്ടോ? ബാത്റൂം അടച്ചടാ. കണ്ടോ? അലമാര ഉണ്ട് ഗൈസ്. അപ്പോഴത്തെ അലമാര ഉണ്ട്. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അലമാര എന്നത്, ബട്ട് നോട്ട് അലമാര. ഇറ്റ്സ് എ ബാത്റൂം ഗൈസ്. ബാത്റൂം. പിന്നെ അവിടെ അടുത്തടുത്ത് കുറേ വീടുകൾ പണിയുണ്ടായിരുന്നു ഗൈസ്. അത് എന്നിട്ട് ഞങ്ങൾ അവിടെയൊക്കെ പോയി നിരങ്ങി അവരുടെ വീടും നമുക്ക് കാണാമല്ലോ എന്ന് എഴുതി അതും കാണാൻ പോയിരുന്നു ഗൈസ്. പിന്നെ ഈ ജനലിൻ്റെ അപ്പുറത്ത് നല്ല വ്യൂ ആണ് ഗൈസ്. അവിടെ സൺറൈസോ അല്ല സൺസെറ്റ് നടക്കായിരുന്നു ഗൈസ്. ഞാൻ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാണാൻ കൂടി ഇല്ല ഇതിനകത്ത്. എല്ലാവരും ഓരോരോ വീടുകളുണ്ട്. ഓരോരോ ഡിഫറെൻ്റ് ആയിട്ട് പണിയണ വീടുകൾ. ഞങ്ങൾ ഓരോന്നിലും കയറി. ഇത് രണ്ടാമത്തെ വീടാണ്. ആദ്യം വേറെ ഏതോ വീട്ടിലാണ് കയറിയത്. ദിസ് ഇസ് രണ്ടാമത്തെ വീട് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ അയ്യോ കണ്ണൊക്കെ കറുത്തിരിക്കണം. എനിവേ നമ്മളപ്പോൾ അങ്ങനെ തിരിച്ചു. നമ്മൾ വൈകുന്നേരം തന്നെ വീട്ടിലേക്ക് തിരിക്കുന്നതാണ് കരുതിയത്. ബട്ട് തിരിച്ചില്ല ഗൈസ്. ഇവരിവിടെ പിടിച്ച് നിർത്തി. യെസ് ഗൈസ്, ഇവരങ്ങനെ യെസ്. അങ്ങനെ ഞങ്ങൾ ഇതേ ഇപ്പം ഞാൻ കുളിച്ചു, ഫ്രഷായി. കുരുക്കെ വന്നു ഗൈസ്. ചളി. പിന്നെ ഗൈസ് കുറച്ച് നേരം കോഴിത്തല കളിച്ചു ഗൈസ്. അത് കഴിഞ്ഞ് മടുത്തപ്പോൾ ഞങ്ങൾ യൂനോ കളിക്കാൻ തുടങ്ങി. കോഴിത്തല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ ശരിക്കും ബൂസ്റ്റ് കളിക്കാമെന്ന് പറയും. മലപ്പുറത്താണ് കോഴിത്തല എന്ന് പറയുന്നത്. ഞങ്ങൾ പിന്നെ ബൂസ്റ്റ് കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ഗൈസ്. പിന്നെ എല്ലാവരും കൂടെ ഇരുന്ന് കളിയാക്കാനൊക്കെ തുടങ്ങി. നല്ല രസമായിരുന്നു ഗൈസ്. അങ്ങനെ രാവിലെ എണീച്ചു. 5 മണിയായി. ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പല്ലേക്ക് ഞാൻ ബ്രഷ് എടുത്തിട്ടില്ല. കുളിച്ച് കഴിഞ്ഞാൽ മാറാൻ ഡ്രസ്സില്ല. അപ്പോൾ കുളിക്കണമില്ല, പല്ലേക്കണമില്ല ഗൈസ്. ഞാൻ പല്ലേക്കണം കുളിക്കണമൊന്നുമില്ല. അമ്മ കുളിക്കുന്നുണ്ട്. അമ്മയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകാനുള്ളതാണ്. പിന്നെ എൻ്റെ അനിയത്തി കുളിക്കണമെന്നില്ല എന്നാണ് തോന്നണത്. ഞാൻ കുളിച്ചില്ലെങ്കിൽ അവിടെ കുളിക്കില്ല, പല്ലൊന്നും തേക്കില്ല. പല്ല് തേച്ചോളൂ. എനിക്ക് കമ്പി ഉള്ളതുകൊണ്ട് കൈ കൊണ്ട് പല്ലേക്ക് തേക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ തേക്കാത്തത്. അവർ കൈ കൊണ്ടാണ് തേച്ചത്. എനിക്ക് കമ്പി ഉള്ളതുകൊണ്ടാണ് തേക്കാത്തത്. ഇത് പല്ല് തേച്ചില്ലെന്ന് ചോദിച്ചൊന്നും പറ്റാനൊന്നും പോണില്ല അല്ലേ ഗൈസ്. അങ്ങനെ ഞാൻ റെഡിയായി. കണ്ടോ, എനിക്ക് ഗീതയില്ലമ്മ പുതിയ ഡ്രസ്സൊക്കെ തന്നു. അമ്മയ്ക്കും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. അമ്മ റെഡിയായി. അമ്മ അവിടെ ഇരിക്കണം. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിൽ പോവാണ് ഗൈസ്. കാരണം അമ്മയ്ക്കും അച്ഛന് ജോലിക്ക് വൈകുന്നേരം പോയാൽ മതി. കാരണം അച്ഛന് വൈകുന്നേരം മാത്രമേ ഉള്ളൂ.
നാളെ അല്ല ഇന്ന് അമ്മയ്ക്ക് 10 മണിക്ക് നമ്മുടെ ഓഫീസിൽ കയറണം ഗൈസ്. ഇത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കും. എൻ്റെ റെഡി കഴിഞ്ഞു ഗൈസ്. പല്ലേക്കാണ്ടും കുളിക്കാണ്ടൊക്കെയാണ് ഇത് ഭംഗിയാൽ അവിടെ ഒരുത്തിരിക്കണമെങ്കിൽ പല്ലേച്ചിലും കുളിച്ചില്ലെങ്കിൽ എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നാൽ പല്ലേച്ച് കുളിച്ച ഒരു മെനില്ല ഗൈസ്. അതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ രാവിലെ പോന്നു, 5:30 പോന്നു. അച്ഛൻ ഗൂഗിൾ മാപ്പിൽ വഴിയൊക്കെ നോക്കിക്കൊണ്ട് പോകുന്നു. എന്നിട്ട് പിന്നെ വലിയ പള്ളിയുണ്ട് ഗൈസ്. ഞങ്ങൾ വലിയ പള്ളി, ഞാൻ ഇതുവരെ ഇത്ര വലിയ പള്ളി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഗൈസ് അങ്ങനെ കുറേ നേരം ബ്ലോക്കിലൊക്കെ കിടന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എവിടെയോ എത്തിയപ്പോൾ കൊരട്ട അവിടെ എത്തിയപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി ഗൈസ്. പിന്നെ ഞാനും അച്ഛനും അമ്മയും കൂടി, അച്ഛനും അമ്മയും പൂരി ഇതാക്കി, ഞാനും എൻ്റെ അനിയത്തിയും മസാല ദോശ കഴിക്കാൻ വേണ്ടി ഇതാക്കി. അവൾ മുട്ട മസാല ദോശ, ഞാൻ നെയ്യ് മസാല ദോശ. ഗൈസ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ രാവിലെ ഒരു 10 മണിയായപ്പോൾ എത്തി. ഇപ്പോൾ ഞങ്ങൾ അമ്മ വീട്ടിലേക്ക് പോകാം. കാരണം ഞങ്ങൾ അങ്ങോട്ട് പോണതിന് മുന്നേ ഞങ്ങൾ അമ്മ വീട്ടിലായിരുന്നു. അപ്പോൾ അമ്മ വീട്ടിലേക്ക് പോവാണ്. അച്ഛൻ ബാഹമതി അവിടെ. ഞങ്ങൾ അമ്മ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. കാരണം മലപ്പുറത്തേക്ക് പോണതിന് മുമ്പ് ഞങ്ങൾ അമ്മ വീട്ടിലായിരുന്നു. അപ്പോൾ അമ്മമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് വെജു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട്. അപ്പോൾ വൈകുന്നേരം അച്ഛൻ പറഞ്ഞ് കൊണ്ടുവന്നാക്കാൻ ബസ്സിന് പോകണ്ടെന്ന് ഗൈസ്. അങ്ങനെ ഞങ്ങൾ അച്ഛനെ ഇറക്കി വിട്ടു ഗൈസ്. കാരണം മറ്റേ കടയിൽ പോകണമായിരുന്നു. ഞാനും ബാമയും നടക്കണു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ബൈ ബൈ.